പാലപ്പിള്ളിയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും വീടിന് നേരെ കാട്ടാന ആക്രമണം. പാലപ്പിള്ളി അക്കരപ്പാടി പൂഴിത്തറ സുധീറിന്റെ വീടിന് നേരെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. 5 ആനകളാണ് വീട്ടുമുറ്റത്തെത്തി ഭീതി പരത്തിയത്. സരീഷ് വിവരങ്ങളുമായി ചേരുന്നു. സരീഷ്, പാലപ്പിള്ളിയിൽ സ്ഥിരമായ ആനകളുടെ സാന്നിധ്യമുള്ളൊരു പ്രദേശമാണ്. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തുടർച്ചയായ രണ്ടാം ദിവസവും കാട്ടാന എത്തിയിരിക്കുന്നു. വെറും സാന്നിധ്യം മാത്രമല്ല, അവ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന നാശനഷ്ടങ്ങളും ഭീതി പരത്തുന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരു വീട്ടുമുറ്റത്തേക്കാണ്, അതും ഒരാനയല്ല 5 ആനകൾ കൂട്ടമായാണ് എത്തിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ? പറഞ്ഞതുപോലെ തന്നെ ഏറെ നാളുകൾക്ക് ശേഷം ഈ കാട്ടാനകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിലും ഏറെ നാളുകൾക്ക് ശേഷം ഇവിടെ ആക്രമണങ്ങൾ ഇപ്പോൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി രണ്ടാം ദിവസവും ഈ പാലപ്പിള്ളി മേഖലയിൽ അടുത്തടുത്ത പ്രദേശത്തുള്ള മേഖലയിൽ 2 വീടുകൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. ഇതിൽ ആർക്കും പരിക്കൊന്നുമില്ല. കാരണം രാത്രിയിലാണ് ഈ ആനകളുടെ ശബ്ദം കേട്ടും ആനകൾ അറിഞ്ഞും വീട്ടുകാർ പുറത്തിറങ്ങാതെയും ഇരുന്നാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാത്തതിന് പ്രധാന കാരണം. ഇത് അകത്തിരുന്ന് തന്നെ മറ്റുള്ള വനപാലകരെയും മറ്റുള്ള നാട്ടുകാരെയും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ആളുകൾ ഒത്തുകൂടി എത്തിയിട്ടാണ് ഈ കാട്ടാനകളെ ഈ വീട്ടുമുറ്റിൽ നിന്നും പറമ്പുകളിൽ നിന്നൊക്കെ തുരത്തുന്നത്, കാട് കയറ്റുന്നത്. അതുപോലെ തന്നെ കുറച്ചു നാളുകളായി അവിടെ ആനശല്യം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം പാലപ്പിള്ളി മേഖലയോട് ചേർന്നുള്ള വനാതിർത്തികളോട് ചേർന്നുള്ള തോട്ട മേഖലയിലും എല്ലാം തന്നെ ഇപ്പൊ കാട്ടാനകളുടെ ശല്യം ഏറെക്കുറെ വർദ്ധിച്ച അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോ 2 ദിവസമായി അവിടെ ആനകളുടെ ശല്യം വളരെയധികം കൂടിയതായി നാട്ടുകാർ പറയുന്നു. കാരണം തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ആദിവാസി വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന മേഖലയാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഈ കാട്ടാന ഇറങ്ങി വീടിന് മുകളിൽ ആക്രമണം നടത്തിയ പരിസരം. അവിടെ ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന വീടുകളുണ്ട്. അവിടേക്ക് പോകുന്ന റോഡുണ്ട്. അതിന്റെ പരിസരത്തുള്ള ഒരു വീടാണ് ഈ പൂഴിത്തറ സുധീറിന്റെ വീട്. അതിന് നേരെയാണ് ഇന്നലെ രാത്രി 5 ആനകൾക്ക് ആ വീട്ടുമുറ്റത്ത് വീതി കടത്തിയ ശേഷം കവുങ്ങുകൾ വീടിന് മുകളിലേക്ക് മറിച്ചിടുകയും അതുപോലെ തന്നെ അവരുടെ തൊഴുത്തും കോഴിക്കൂടും തകർക്കുകയും ചെയ്തത്. ഇത് ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ ആനകൾ അവിടെ എത്തിയത്. എന്നാൽ ഈ ആനകൾ മണിക്കൂറുകളോളം അവിടെ വീതി കടത്തിയിരുന്നു. ചിഹ്നം വിളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും അങ്ങനെ ശബ്ദങ്ങളും മരങ്ങളും പട്ടികളുടെ ശബ്ദവും ഒക്കെ കേട്ട് വീട്ടുകാർ ഭീതിയിലായിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ്, ചൊവ്വാഴ്ച പുലർച്ചെയാണ് ആനകളെ അവിടെ നിന്ന് കാട് കയറ്റാനായിട്ട് നടപാലകർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും കഴിഞ്ഞത്. കാരണം ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഈ ഏറ്റവും കൂടുതൽ ആനകളുള്ള ഈ പ്രദേശമാണ് ഈ പാലപ്പിള്ളി വനമേഖല. അവിടെ തോട്ടം മേഖലയോട് ചേർന്നുള്ള ഈ വീടുകളുള്ള ഒരുപാട് പാടികളുണ്ട്. തോട്ടം തൊഴിലാളി താമസിക്കുന്ന പാടികളുണ്ട്. അവിടെയെല്ലാം ആനകൾ നിരന്തരം വരുന്നു എന്ന വാർത്തകൾ മുമ്പൊക്കെ നമ്മൾ നൽകാറുണ്ട്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ മഴ ശക്തമായ ഈ സമയത്ത് ഈ ആനകളുടെ ശല്യം ഈ മഴ പെയ്യുന്ന സമയത്ത് ആനകൾ പറമ്പുകൾ എത്തിയാൽ തന്നെ അറിയാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം ഈ സമയത്തൊക്കെ വീടുകൾ പുറത്തിറങ്ങേണ്ട അവസ്ഥ അവർക്ക് വന്നു കഴിഞ്ഞാൽ ആനകളെ കാണാൻ പറ്റില്ല. കാരണം രാത്രികളിൽ ഈ ശക്തമായ മഴ പെയ്താൽ വൈദ്യുതി ഉണ്ടാവുന്ന അവസ്ഥയിൽ വെളിച്ചക്കുറവുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഈ വീട്ടുകാർ പുറത്തിറങ്ങിയാൽ ഒരു അപകടം പ്രതീക്ഷിക്കുക തന്നെയാണ് അവിടെ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ കാട്ടാനകളെ അതിർത്തികളിൽ സൗരോർജ്ജ രേഖ അതുപോലുള്ള മറ്റ് ഇടങ്ങളൊക്കെ സ്ഥാപിച്ച് ആളുകളെ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാനുള്ള മാർഗങ്ങൾ ഒരുക്കണമെന്ന് തന്നെയാണ് ഏറെ നാളത്തുള്ള ഈ പാലപ്പിള്ളി മേഖലയിലെ ജനങ്ങളുടെ ആവശ്യം. അത് ഇപ്പോഴും ഒന്നും ഇതുവരെ നടപ്പായിട്ടില്ലെന്ന് തന്നെ പറയാം. അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ സൗരോർജ്ജ തീർത്ത് കാട്ടാനകളുടെ ശല്യം ഒഴിവാക്കണം, ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ അതുപോലെ വലിയ എത്താതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ അഭിപ്രായം. സരീഷ്, നിരന്തരമായി സൗരോർജ്ജ വേലി വേണമെന്നൊരാവശ്യം നാട്ടുകാർ അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശക്കാർ ഉന്നയിക്കുമ്പോഴും എന്താണ് അതിനൊരു തടസ്സമായി വനംവകുപ്പ് പറയുന്നത്? കാരണം കാലങ്ങളായി നമുക്കറിയാവുന്നതുപോലെ പാലപ്പിള്ളിയിൽ ആനകളുടെ ഒരു സ്ഥിര സാന്നിധ്യമുള്ള പ്രദേശമാണ്. ഭീതിയോടുകൂടി വീട്ടുമുറ്റത്ത് ആന നിൽക്കുമ്പോൾ ഭീതിയോടുകൂടി വീടിനകത്തിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഭീതികരമായ ഒരു അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോലും സൗരോർജ്ജ വേലി പോലും ആ പ്രദേശത്ത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് അതിന് വനംവകുപ്പ് പറയുന്ന ഒരു ന്യായീകരണം? ഇത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ഈ സൗരോർജ്ജ സ്ഥാപിക്കണം, അതുപോലെ തന്നെ ഈ കിണറുകൾ സ്ഥാപിക്കണം എന്നുള്ള ആവശ്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വേറൊരു കാര്യം തന്നെയാണ്. പക്ഷെ പലയിടങ്ങളിലും സൗരോർജ്ജ സ്ഥാപിക്കുന്നുണ്ടെങ്കിലും അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും അതിന് തയ്യാറാകുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം.
കാരണം പല സ്ഥലങ്ങളിലും ഈ കോട്ടന്റെ ഹാരിസൺ അതുപോലെ തന്നെ കൊച്ചിൻ എന്ന് പറയുന്ന ഈ റബ്ബർ എസ്റ്റേറ്റുകളുടെ പരിധി അവിടെ കണ്ടമാനമുണ്ട്. അതുപോലെ തന്നെ അവരുടെ അതിർത്തി പ്രദേശങ്ങളൊക്കെ വനം തന്നെയാണ്. ഈ വനമേഖലയിലും ഈ കൂടുതൽ സൗരോർജ്ജ ഈ കമ്പനികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഒരു ഏരിയ മാത്രമാണ്, ഒരു ഭാഗത്ത് മാത്രമാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. കാരണം ഈ പ്രദേശം പാലപ്പിള്ളി തുടങ്ങി ചിമ്മിലാം വരെയുള്ള ഈ പ്രദേശത്ത് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളുണ്ട്. ആ ഭാഗങ്ങളിലേക്കൊക്കെ ഈ ആനത്താര പോകുന്ന വഴികളൊന്നും ഈ പറഞ്ഞ പോലെ സൗരോർജ്ജതയിൽ തീർക്കാൻ സാധിക്കില്ല. കാരണം അത് വനംവകുപ്പ് ഒരിക്കലും അതിന് അനുമതി കൊടുക്കുകയില്ല. പിന്നെ മറ്റുള്ള ജനവാസ മേഖലയോട് ചേർന്നുള്ള വനാതിർത്തികൾ സൗരോർജ്ജത്തിൽ തീർക്കുന്നതിനായി ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട്. അതില് സർക്കാർ ഇടപെടുന്നു. അത് അത്രയധികം ഫണ്ട് ചെലവാകുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന് ഇത്രയേറെ ഫണ്ട് ചെലവഴിക്കാനായിട്ടുള്ള നടപടികളൊന്നും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പോ നിലവിൽ ഈ സൗരോർജ്ജതയിൽ മാത്രം തീർത്തുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന അഭിപ്രായം കൂടി മകളുടെ ഭാഗത്ത് വരുന്നുണ്ട്. കാരണം ആനകൾ ഈ സൗരോർജ്ജതയിലൊക്കെ പകൽ സമയങ്ങളിൽ പോലും തുടങ്ങുന്ന ആനകൾ ഈ സൗരോർജ്ജതയിൽ തകർത്ത് ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് തീർത്തും ഇല്ലാതാക്കാനായിട്ട് ആനകൾ കൂടുതൽ ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ ആനകൾ റോഡിലേക്ക് വരുന്ന ആനകൾ അതുപോലെ തന്നെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ആനകളെ തടയാൻ കിടങ്ങുകൾ സ്ഥാപിച്ച് ആനകളെ വനപ്രദേശങ്ങളിൽ തന്നെ നിർത്തണമെന്നുള്ള ആവശ്യമാണ് പ്രായോഗികമായിട്ടൊരു കാര്യം. അതിനും ഈ പറഞ്ഞ പോലെ നല്ല ചെലവുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് വേണ്ടത്. അതിനും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടൽ തന്നെ ഉണ്ടായാലേ ഈ ആനശല്യത്തിന് ഒരു പരിധി വരെ അവിടെ ഒരു ശമനം ഉണ്ടാവുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി സരീഷ്, വിവരങ്ങൾ നൽകിയതിന്. പാലപ്പുഴയിൽ തുടർച്ചയായ 2ാം ദിവസവും കാട്ടാനയുടെ ആക്രമണം. വീട്ടുമുറ്റത്തെത്തി ആന, അതും കാട്ടാനക്കൂട്ടമാണ്. 5 ആനകളടങ്ങുന്ന കാട്ടാനക്കൂട്ടമാണ് വീടിന്റെ മുറ്റത്തെത്തിയത്. വിവരങ്ങളാണ് സരീഷ് നൽകിയത്. എന്തായാലും സർക്കാർ ഉചിതമായ ഒരു നടപടി ഈ ഒരു കാര്യത്തിൽ എടുക്കണം എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെയും ആവശ്യം.